ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും ഒരു സംശയമാണ്, നാമം ജപിക്കുമ്പോൾ ശ്രദ്ധ കിട്ടുന്നില്ല. ശ്രദ്ധിക്കാതെ നാമം ജപിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ? അതല്ലെങ്കിൽ നാമം ജപിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും വാക്കുകൾ ഒന്ന് തെറ്റിപ്പോയാൽ ദോഷമുണ്ടാകുമോ? ഏതൊക്കെ നാമങ്ങളാണ് നമ്മൾ എല്ലാ ദിവസവും ജപിക്കേണ്ടത്? പീരീഡ്സ് ആയിരിക്കുമ്പോൾ നാമം ജപിക്കുവാൻ സാധിക്കുമോ? പീരീഡ്സ് ആയിരിക്കുമ്പോൾ വ്രതങ്ങൾ എടുക്കുവാൻ സാധിക്കുമോ? നിത്യവും ഒരാൾ ഏതൊക്കെ നാമങ്ങൾ ജപിക്കണം? ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സംശയങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. വ്രത ദിവസങ്ങളിൽ ഉപ്പു ചേർത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാമോ? ഇങ്ങനെയുള്ള ധാരാളം സംശയങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മുമ്പിലുള്ള ഈശ്വരന്മാർ, ആ ഈശ്വരന്മാരെ നമ്മൾ സാധാരണ മനുഷ്യരാണ്. മന്ത്രങ്ങളും തന്ത്രവിധികളും അനുസരിച്ചിട്ടൊന്നുമല്ല നമ്മൾ സാധാരണ വീട്ടിലിരുന്ന് നാമം ജപിക്കുന്നത്. മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെതായ മന്ത്രവിധികളോടും താന്ത്രിക വിധികളോടും കൂടി ചെയ്യുന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാരല്ല. അത് കൃത്യമായി പഠിച്ച് അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ ചെയ്യുന്നത്. അവരത് തെറ്റിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ദോഷങ്ങൾ അവർക്കുണ്ടാകും. പക്ഷേ നമ്മൾ സാധാരണ മനുഷ്യരാണ്. നമ്മൾ ചെയ്യുന്നത് കീർത്തനങ്ങളാണ്. ഭഗവാൻ ഭാഗവതത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കലിയുഗത്തിൽ നാമങ്ങൾ കൊണ്ട് എന്നെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം നമ്മുടെ ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും അതുപോലെ തന്നെ രാമായണത്തിലും ഒക്കെ തന്നെ വളരെ കൃത്യമായി എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം, എന്തിനു പറയുന്നു, മഹാഭാരതത്തിൽ പോലും നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമുണ്ട്. ഈ പുസ്തകങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഒരു ഹിന്ദുമത വിശ്വാസിയുടെ അടിസ്ഥാനപരമായ കാര്യം. അതല്ലാതെ മുറി വൈദ്യന്മാർ അവിടെ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതനുസരിച്ചിട്ട് ചെയ്യുന്നതല്ല ശരിയായ ധർമ്മം. ഭഗവാൻ സ്വർഗാരോഹണ സമയത്ത് ഉദ്ധവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അതിനെ പിൽക്കാലത്ത് ഉദ്ധവ ഗീത എന്ന് അറിയപ്പെട്ടിരുന്നു. അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, കലിയുഗമാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ദ്വാപരയുഗത്തിന്റെ അവസാനം ഭഗവാന്റെ സ്വർഗാരോഹണം, അതോടുകൂടി കലിയുഗം തുടങ്ങുകയാണ്. ഈ കലിയുഗത്തിൽ നാമജപത്തിന് ഭഗവാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്തുകൊണ്ടാണ്? കാരണം മറ്റു യുഗങ്ങൾ നമുക്കറിയാം, 4 യുഗങ്ങളുണ്ട്. അതില് കലിയുഗം ഒഴികെയുള്ള മറ്റു യുഗങ്ങളിൽ അന്നത്തെ ആചാര്യന്മാർക്കും സന്യാസിമാർക്കും ഒക്കെ തന്നെ കൃത്യമായി പൂജാവിധികളും മന്ത്രവിധികളും ഒക്കെ ചെയ്യാനുള്ള ആ ഒരു അറിവുണ്ടായിരുന്നു. അവര് അതിനുവേണ്ടി അവരുടെ ജീവിതം മാറ്റി വെച്ചിരിക്കുകയുമായിരുന്നു. എന്നാൽ കലിയുഗത്തിൽ അങ്ങനെയല്ല. പണത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാവരും ഇന്ന് ആചാര്യന്മാരാണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം എന്ന മട്ടിലാണ് ഓരോരുത്തരും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് പൊതുവെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു പൂജ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം, ആരെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് എപ്പോഴും അങ്ങ് സംശയമാണ്. അതുപോലെ തന്നെ ഒരു ജ്യോത്സ്യനെ കാണാൻ പോകണം. ഓരോ ജ്യോത്സ്യന്മാരും ഓരോ രീതിയിലാണ് പറയുന്നത്. ചിലരാണെങ്കിൽ വായ ഒന്ന് തുറക്കണമെങ്കിൽ അവർ പറയുന്ന ഫീസ് വെക്കണം. ചില ഉപദേശങ്ങൾ കൊടുക്കണമെങ്കിൽ ഫീസ് കൊടുക്കാതെ അവർ ഒരു കാര്യവും ചെയ്യില്ല. കൂടുതൽ കാശ് കൊടുക്കുന്നവർക്ക് കൂടുതൽ കാര്യങ്ങൾ, അല്ലാത്തവർക്ക് ഒഴുക്കം മട്ടിൽ പറഞ്ഞു പോകും. അങ്ങനെയും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഭഗവാന് കൃത്യമായി അറിയാം, ഇങ്ങനെയാണ് കലിയുഗത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ചത് കൊണ്ടോ മന്ത്രങ്ങൾ പറയിപ്പിച്ചത് കൊണ്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല. അതിലൊരു പ്രയോജനവും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. കൃത്യമായി നിങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ജപിക്കുക.
നാമം ജപിക്കുക, അത് മാത്രമേ ഉള്ളൂ പോംവഴി എന്ന് ഭഗവാൻ ഭാഗവതത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാനല്ല പറഞ്ഞത്. ഭാഗവതം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ കൃത്യമായി മനസ്സിലാവും. അതുകൊണ്ടാണ് മാധവത്തിലൂടെ എപ്പോഴും ഭഗവത്ഗീതയും ഭാഗവതത്തിലെ കഥകളും മഹാഭാരതത്തിലെ കഥകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ മനസ്സിലെ സംശയങ്ങൾ ഈ കഥകൾ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നാമം ജപിക്കുമ്പോൾ ശരിയായി ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് പലർക്കുമുള്ള പരാതിയാണ്. ശരിയാണ്, ആദ്യം ഒന്ന് നാമം ജപിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധ കിട്ടില്ല. കുറച്ചങ്ങോട്ട് ജപിച്ചു വരുമ്പോഴും നമ്മുടെ മനസ്സ് എന്ത് ചെയ്യും, ഇങ്ങനെ മാറി മാറി പോകും. കാരണം ഒരു കൊച്ചു കുഞ്ഞ് അത് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടത്തില്ല. അതിങ്ങനെ വീണും കായും കാലും മുറിഞ്ഞും എഴഞ്ഞും ഒക്കെയാണ് അത് ഏറ്റവും അവസാനം നന്നായി ഓടാനായിട്ട് നടക്കാനായിട്ട് പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആദ്യം ഒന്നും ജപിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധ കിട്ടില്ല, മടി വരും, കൈയും കാലും വേദനിക്കും, കൈയും കാലും കഴയ്ക്കും, ഉറക്കം വരും, തലവേദന എടുക്കും. ഒരു ദിവസം ജപിച്ചു കഴിയുമ്പം പിറ്റേ ദിവസം അതിശക്തമായ കാരണങ്ങൾ നമ്മളിലേക്ക് വരും ജപിപ്പിക്കാതിരിക്കുന്നതിനായിട്ട്. ഒരാഴ്ച നമ്മൾ കൃത്യമായി ജപിക്കുന്നു, പിറ്റേ ആഴ്ച പറ്റില്ല, മുടക്കിക്കളയും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം നിങ്ങൾ ചെറുതായി ഒന്ന് രാമരാമ എന്ന് ജപിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളിൽ മുഴുവൻ അടിഞ്ഞു കൂടിയിരിക്കുന്ന ആ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു പിശാചിന്റെ രൂപം നിങ്ങളിൽ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ധാരാളം അഴുക്കുകൾ മനസ്സിലും ശരീരത്തിലും ചിന്തകളിലുമൊക്കെ ധാരാളം അഴുക്കുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. രാമരാമ എന്ന് ജപിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ അഴുക്കുകൾ എന്ത് ചെയ്യും, വളരെ സുഖമായി താമസിച്ചു കൊണ്ടിരുന്ന ആ മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ചിന്തകളിലുള്ള ആ മാലിന്യങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റാതാവും. കാരണം നമ്മുടെ അടുത്തേക്ക് നമ്മൾ ആരെ കൊണ്ടുവരികയാണ്, ഭഗവാനെ കൊണ്ടുവരികയാണ്. ഭഗവാൻ ഇങ്ങനെ അടുത്തേക്ക് വരാൻ നിൽക്കുമ്പോൾ അവിടെ സ്വസ്ഥമായി താമസിച്ചു കൊണ്ടിരുന്ന ആ മാലിന്യങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ വരും. അവരെന്ത് ചെയ്യും, റെസിസ്റ്റ് ചെയ്യും. അപ്പൊ ഇത്രയും കാലം സ്വസ്ഥമായി നമ്മുടെ ശരീരത്തിലും ചിന്തകളിലും ഒക്കെ ഇങ്ങനെ ഇരുന്ന മാലിന്യങ്ങള് നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങും. അല്ലെ, വരുത്തരുത് വരുത്തരുത് വരുത്തരുത്, ഭഗവാനെ വരുത്തരുത്. വരുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വരും. പിന്നെ നിങ്ങളിൽ ഈശ്വര ചൈതന്യം വർദ്ധിക്കും. നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ മനസ്സുകളിലും ഒക്കെ ഈശ്വരൻ വസിക്കുവാൻ തുടങ്ങും. ഈശ്വരൻ നമ്മളിലേക്ക് വരുമ്പോൾ അവിടെ പിശാചിന് സ്ഥാനമുണ്ടോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, പിശാച് പരമാവധി ഈശ്വരനെ വരുത്താതിരിക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങും. ആ ശ്രമങ്ങളാണ് കൈയും കാലും കഴയ്ക്കുക, ഉറക്കം വരിക, കൂട്ടുവായിടുക, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവുക, വീട്ടിൽ ചിലപ്പോൾ വഴക്കുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിലര് ഇപ്പൊ ഏകാദശി വ്രതം എടുക്കുന്നു അല്ലെങ്കിൽ ഷഷ്ടി വ്രതം എടുക്കുന്നു, അതിന്റെ തലേ ദിവസമോ അല്ലെങ്കിൽ ആ ദിവസമോ ഒക്കെ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ നമ്മളോട് വഴക്കുണ്ടാക്കും. അല്ലെങ്കിൽ സ്ഥിരമായി അമ്പലത്തിൽ പൊക്കോണ്ടിരുന്ന ആളുകളുടെ അടുത്ത് എന്ത് ചെയ്യും, വീട്ടിലുള്ള ആളുകൾ വഴക്കുണ്ടാക്കും. എന്നിട്ട് ഇവരെ അങ്ങ് മുടക്കിക്കും. നമ്മുടെ മനസ്സങ്ങ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. പോകണ്ട, എന്തിനാണ് ഇതൊക്കെ പോകുന്നത്, എന്തിനാണ് ഈ ഏകാദശി വ്രതമൊക്കെ എടുക്കുന്നത്, എടുത്തിട്ടൊരു പ്രയോജനവും ഇല്ലല്ലോ, ഇങ്ങനെയുള്ള ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരും. അത് ആരുടെ പ്രവൃത്തിയാണ്? അതാണ് നെഗറ്റീവ് എനർജികളുടെ പ്രവൃത്തി. മറ്റുള്ളവർ നമ്മളോട് വഴക്കുണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് മുടക്കമുണ്ടാകുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴോ നമ്മൾ ആലോചിക്കുക, നമ്മൾ ശരിയായ വഴികളിലേക്ക് സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ആ വഴികളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇപ്പൊ ശരിയായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു കുറ്റകൃത്യം അന്വേഷിക്കുന്നു, അയാൾ ശരിയായ വഴിയിലാണ് അന്വേഷിക്കുന്നത് എങ്കിൽ അയാൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ പ്രതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അയാൾ എന്ത് ചെയ്യും, ആ അന്വേഷണം പകുതി വഴിയിൽ നിർത്തിയിട്ട് ചിലപ്പോൾ പോകാം, അല്ലെങ്കിൽ അയാളെ ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ ആ അന്വേഷണം വഴിമുട്ടിക്കും. അതുപോലെയാണ് ഈ നെഗറ്റീവ് എനർജികളുടെയും പ്രവർത്തികൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടുന്നില്ല അല്ലെങ്കിൽ കയ്യും കാലും കഴയ്ക്കുന്നു അങ്ങനെയൊന്നും കരുതി നിങ്ങൾ വിഷമിക്കേണ്ട. അറിയാതെ ഏതെങ്കിലും വാക്കുകൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതും നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം നിങ്ങൾ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒന്നുമല്ല ചെയ്യുന്നത്, നിങ്ങൾ സാധാരണ കീർത്തനങ്ങളാണ് ജപിക്കുന്നത്. ആ കീർത്തനങ്ങളിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു എന്ന് കരുതി നിങ്ങൾ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല.
തെറ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ ഭഗവാനെ ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് ശരിയായത് വീണ്ടും എന്ത് ചെയ്യുക, അങ്ങ് കീർത്തിക്കുക. ഓരോ നാമജപം തുടങ്ങുന്നതിന് മുമ്പും നാമജപം അവസാനിച്ചതിന് ശേഷവും തെറ്റുകുറ്റങ്ങൾ പൊറുക്കേണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. എന്തൊക്കെ പ്രശ്നം വന്നാലും നാമജപം അത് മുടക്കാതിരിക്കുക. നമ്മൾ അങ്ങൊരു ദൃഢനിശ്ചയം എടുക്കുക. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നാമം ജപിക്കും. എന്നിലും എൻ്റെ വീട്ടിലും ഒക്കെ വന്നു ചേർന്നിരിക്കുന്ന ഈ നെഗറ്റീവ് എനർജികളെ ഞാൻ ഒഴിവാക്കും. നമ്മുടെ ആ മനസ്സിലെ നെഗറ്റീവ് എനർജികൾ അല്ലെങ്കിൽ നമ്മളിൽ ബാധിച്ചിരിക്കുന്ന ആ നെഗറ്റിവിറ്റി മാറി കഴിയുമ്പോൾ തന്നെ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ നെഗറ്റിവിറ്റിയും മാറും. അതെന്തുകൊണ്ടെന്നാൽ നമുക്ക് നല്ല ഈശ്വര ചൈതന്യമുണ്ട്. അങ്ങനെ നമ്മൾ താമസിക്കുന്ന ഗൃഹത്തിൽ ഒരിക്കലും മറ്റുള്ളവരുടെ ശരീരത്തിലാണെങ്കിൽ പോലും പിശാചുക്കൾക്ക് വസിക്കുവാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും അവരൊക്കെ അവിടെ നിന്നും ഓടിപ്പോകും. നമ്മൾ കണ്ടിട്ടുണ്ടോ, നമ്മുടെ വീട്ടിൽ വളരെ പ്രായമായ ഒരു അമ്മുമ്മയുണ്ട്. ആ അമ്മുമ്മ നല്ല കൃത്യനിഷ്ഠയോടുകൂടി നല്ല ദൈവഭയത്തോടു കൂടി നാമമൊക്കെ ജപിച്ച് ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ ഇരിക്കുന്ന ഒരു അമ്മുമ്മയാണ് നമ്മുടെ വീട്ടിലുള്ളത് എങ്കിൽ ആ വീടിന് പൊതുവെ ഒരു ഐശ്വര്യമുണ്ടാകും. അവിടെ വളർന്നു വരുന്ന കുട്ടികളും ആ ഒരു നിലയിലേക്ക് എത്തും. എന്നാൽ ഒരു മൂശാട്ട പിടിച്ച ഒരു അമ്മുമ്മയാണ് നമ്മുടെ വീട്ടിലുള്ളതെന്ന് കരുതുക, ആകെ അലശണ്ടയായിരിക്കും ആ വീട്ടിൽ, അല്ലേ? അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരെ നമുക്ക് നന്നാക്കാനൊന്നും പറ്റില്ല. നമ്മളങ്ങ് സ്വയം നാമമൊക്കെ ജപിച്ച് നമ്മളങ്ങ് സ്വയം ഒരു ഈശ്വര ചൈതന്യമുള്ള ആളുകളായിട്ട് മാറുക. അങ്ങനെ വരുമ്പോൾ ആ അമ്മുമ്മയിൽ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരിൽ ബാധിച്ചിരിക്കുന്ന ആ മൂശാട്ടയും എന്ത് ചെയ്യും? അങ്ങ് പൊയ്ക്കോളും, കാലക്രമേണ പോകും. കാരണം അവർക്ക് പിന്നെ ആ വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യും കാലും കഴയ്ക്കും, കോട്ടുവായിടും, നമുക്ക് തലവേദന എടുക്കും, ക്ഷീണം വരും, ഒക്കെ വരും. പക്ഷേ അതിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ആ സമയത്ത് നമ്മൾ ഒരു അരമണിക്കൂർ നാമം ജപിക്കും. ആ അരമണിക്കൂർ നാമം ജപിക്കുമ്പോഴാണ് നമുക്ക് ഈ കോട്ടുവായ ഇടുന്നത്. പക്ഷെ അരമണിക്കൂർ നമ്മളൊരു സിനിമയാണ് കാണുന്നതെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ അയലത്തുള്ള ഒരാൾ വന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധു വന്നു, നമ്മൾ കുറച്ചു നേരം 1 മണിക്കൂർ അവരുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു, നമ്മൾ ഒരിക്കലും കോട്ടുവായ ഇടില്ല. എന്തുകൊണ്ടാണ്? അവിടെ നമ്മൾ പറയുന്നത് ഈശ്വര നാമങ്ങളല്ല, അതിനു പകരം മറ്റുള്ളവരുടെ കുറ്റങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശേഷങ്ങളും ഒക്കെയായിരിക്കും ആ സമയത്ത് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ യാതൊരു കാരണവശാലും കോട്ടുവ എന്നൊരു കാര്യം ഇടില്ല, കൈയും കാലും കഴയ്ക്കുകയില്ല. കാരണം എന്താണ്? ആ സംഭാഷണങ്ങളൊക്കെ പിശാചുക്കൾക്ക് വളരെയധികം ഇഷ്ടമാണ്. പക്ഷെ നാമം ജപിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ആ നെഗറ്റീവ് എനർജികൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അതിനെ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി ആ നാമജപം എനിക്ക് വേണ്ട 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 എന്ന് നമ്മളോടിങ്ങനെ പറഞ്ഞ് നമ്മളെ കൊണ്ട് ഇങ്ങനെ കോട്ടുവായൊക്കെ ഇടിയിപ്പിച്ച് കൈയും കാലും ഒക്കെ കഴപ്പിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക്, ഇനി മേലാൽ നമ്മൾ നാമം ജപിക്കാനിരിക്കുമ്പോൾ എനിക്ക് പറ്റില്ല, കൈയും കാലും വേദനിക്കും, മക്കളെ എനിക്ക് കുറച്ച് സമയം ഇരുന്ന് ജപിച്ചു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ക്ഷീണം വരുമെന്ന് പറയുന്നത്. പക്ഷെ ഈ ക്ഷീണം വരുമെന്ന് പറയുന്നവര് മണിക്കൂറുകൾ ഇരുന്ന് വേറെ കാര്യങ്ങൾ ചെയ്യും. ആ സമയത്ത് അവർക്ക് യാതൊരു ക്ഷീണവും ഇല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് പ്രത്യേകമായി ഓർക്കുക. ഇനി എല്ലാ ദിവസവും നമുക്ക് ജപിക്കാൻ പറ്റുന്ന നാമം, ഒരു കുട്ടി ചോദിച്ചിരുന്നു, ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടിയാണ്, എല്ലാ ദിവസവും ജപിക്കാൻ പറ്റുന്ന നാമം ഏത് എന്ന് ചോദിച്ചു. ആർക്കും ഏത് സമയത്തും പീരീഡ്സ് ആയിരിക്കുമ്പോഴോ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴോ പുലയും ബാലായ്മയും ഉള്ള സമയത്തോ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്തോ ബസ്സിലിരിക്കുന്ന സമയത്തോ എപ്പോഴും നിങ്ങൾക്ക് ധൈര്യമായി ജപിക്കാൻ പറ്റുന്ന ഒരേ ഒരു നാമം അത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അതാണ് ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് ഒരു അത്ഭുത ടോണിക്കാണ്. ഒന്ന് ജപിക്കൂ. വളരെ ഈണത്തിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കൂ, എപ്പോഴും ജപിച്ചുകൊണ്ടേയിരിക്കൂ, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കൂ. നിങ്ങൾക്ക് വളരെ 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 മാറ്റമുണ്ടാകും. എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഹരേ കൃഷ്ണ എന്ന ആ നാമം ഇങ്ങനെ
ഫോണിലോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പ്ലേ ചെയ്തിട്ട് ഒന്ന് കേട്ടുകൊണ്ടിരിക്കും. യാത്ര ചെയ്യുന്ന സമയത്ത് കേട്ടുകൊണ്ടിരിക്കും. വളരെ മനോഹരമായ ഒരു നാമമാണ്. ഇസ്കോണൊക്കെ വളരെ മനോഹരമായ രീതിയിൽ ഇസ്കോണിൻ്റെ ധാരാളം ഹരേ കൃഷ്ണ മഹാമന്ത്രങ്ങൾ ഇസ്കോണിൻ്റേതായിട്ട് നമുക്ക് യൂട്യൂബിൽ കിട്ടും. അതൊക്കെ ഒന്ന് കേട്ടു നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു വല്ലാത്ത ഒരു കുളിർമ ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓം ഗംഗണപതേ നമ എന്ന് നമുക്ക് ജപിക്കാം. അതുപോലെ തന്നെ നമുക്ക് ശനിദോഷങ്ങൾ, അതായത് കണ്ടകശനി, ഏഴര ശനി, അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്വാമിയേ ശരണമയ്യപ്പ എന്ന് 18 തവണ വെച്ച്, അതായത് 18 പ്രാവശ്യം എല്ലാ ദിവസവും നമുക്ക് ജപിക്കാവുന്നതാണ്. പക്ഷെ ഈ നാമം പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ജപിക്കാറില്ല. പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുലയും ബാലായ്മയും ഒക്കെ ഉള്ള സമയത്ത് നിത്യവും നമുക്ക് ജപിക്കാൻ പറ്റുന്ന ഒരു നാമം അത് ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ദോഷമുണ്ട്, ആ ദോഷമുണ്ടെങ്കിൽ ആ ദേവതയുടെ നാമം, ഇപ്പൊ മുരുകനാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്, ചൊവ്വാദോഷമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വിവാഹം നടക്കുന്നില്ല, നമുക്ക് കുടുംബപരമായിട്ട് ദോഷങ്ങളുണ്ട്, ജാതകപരമായിട്ട് ദോഷങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓം മുരുകായ നമ അല്ലെങ്കിൽ ഓം സ്കന്ധായ നമ ഇതൊക്കെ നമുക്ക് ജപിക്കാവുന്നതാണ്. നിത്യേന നമുക്ക് ജപിക്കാം. അതിലൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷെ കുളിക്കാതെ പോലും ഇരുന്ന് ജപിക്കാൻ പറ്റുന്ന ഒരു നാമം അത് ഏതാണ്? ഹരേ കൃഷ്ണ. അത് ഏത് അവസരത്തിലും നമുക്ക് ജപിക്കാം. എങ്ങനെ ഇരിക്കുന്ന അവസരത്തിലും നമുക്ക് ജപിക്കാവുന്നതാണ്. നമുക്കറിയാം ദ്രൗപദി രജസ്വലയായിരുന്നു. ഞാൻ എപ്പോഴും ഈ കാര്യം പറയുന്നതാണ്. അങ്ങനെ ഒറ്റമുണ്ട് ഉടുത്തു നിൽക്കുന്ന ആ രജസ്വലയായ ദ്രൗപദി, ആ സമയത്താണ് ധർമ്മപുത്രര് യുധിഷ്ഠിരൻ കള്ളച്ചൂതിൽ പെട്ട് തോറ്റുപോകുന്നത്. അങ്ങനെ കള്ളച്ചൂതിൽ തോറ്റുപോയി കഴിയുമ്പോഴേക്കും യുധിഷ്ഠിരൻ അതിൻ്റെ ഭാഗമായിട്ട്, ആ കളിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ തൻ്റെ രാജ്യത്തെ പണയം വെക്കുന്നു, തൻ്റെ സമ്പത്തുകളെല്ലാം പണയം വെക്കുന്നു, അതിനുശേഷം തൻ്റെ സഹോദരങ്ങളെ ഓരോരുത്തരെയായി പണയം വെക്കുന്നു. അങ്ങനെ അവസാനം തന്നെ പണയം വെക്കുന്നു. അവസാനം അവശേഷിച്ചത് ദ്രൗപദിയാണ്. അങ്ങനെ ദ്രൗപദിയെ കൂടി പണയം വെക്കുന്നു. അവിടെ ഒരു ചോദ്യമുണ്ട്. കാരണം സ്വയം പണയം വെച്ച ഒരാൾ, അതായത് പണയവസ്തുവാണ് യുധിഷ്ഠിരൻ. പണയവസ്തുവായ ഒരാള്, അയാൾക്ക് പിന്നെ എങ്ങനെയാണ് ദ്രൗപദിയെ പണയം വെക്കാൻ പറ്റുന്നത് എന്ന ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. എന്തു തന്നെയായാലും ദ്രൗപദിയെ പണയം വെക്കുന്നു. ദ്രൗപദിയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ആദ്യം പോകുന്നത് വികർണനാണ്. വികർണനോട് പറഞ്ഞു വിടുന്നു, എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് ഇപ്പോൾ അശുദ്ധി ബാധിച്ചിരിക്കുന്ന അവസ്ഥയാണ്, ഞാൻ രജസ്വലയാണ്, ഒറ്റമുണ്ടുടുത്ത് അന്തപുരത്തിൽ താമസിക്കുന്ന അവസ്ഥയാണ്, ഇപ്പോൾ എനിക്ക് ആ മഹത്തായ രാജസദസ്സിലേക്ക്, പ്രധാനപ്പെട്ട പ്രമുഖരെല്ലാം ഇരിക്കുന്ന ആ രാജസദസ്സിലേക്ക് എനിക്കിപ്പോൾ വരാൻ സാധിക്കുകയില്ല, ഈ കാര്യം ചെന്ന് പറയുക എന്ന് വികർണനോട് പറഞ്ഞു വിടുമ്പോൾ, വികർണൻ ആരാണ്? ഏറ്റവും ഇളയ ആളാണ്. ആ 101 കൗരവരിൽ ഇളയ ആളാണ് വികർണൻ. വികർണൻ ഇവരുടെ ഈ പ്രവർത്തികളോടെല്ലാം എതിരുള്ള ആളായിരുന്നു. അങ്ങനെ വികർണൻ വന്നിട്ട് പറ്റില്ല എന്ന് പറയുന്നു, അതായത് ദ്രൗപദിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോൾ ദുര്യോധനൻ ദുശാസനോട് ആജ്ഞാപിക്കുകയാണ്, പോയി വിളിച്ചുകൊണ്ട് വരൂ. അങ്ങനെ പറ്റില്ലല്ലോ, അത്ര അഹങ്കാരമാണോ എന്ന് ചോദിച്ചിട്ട് ദുശാസനോട് പറയുകയാണ് വിളിച്ചുകൊണ്ട് വരാനായിട്ട്. അങ്ങനെ ദുശാസനൻ പോയി ദ്രൗപദിയോട് പറയുകയാണ്, ദ്രൗപദി, നീ ഇപ്പോൾ ഞങ്ങളുടെ അടിമയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് വരണം, ദുര്യോധനൻ ആജ്ഞാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, എൻ്റെ അവസ്ഥ ഇതാണ് എന്ന് ദ്രൗപദി പറയുന്നു. അപ്പൊ അത്രയ്ക്ക് അഹങ്കാരമോ, നീ ഞങ്ങളുടെ അടിമയാണ് എന്ന് പറഞ്ഞിട്ട് ദ്രൗപദിയുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് വലിച്ചുകൊണ്ടാണ് ആ മഹത്തായ രാജ സദസ്സിലേക്ക് ദ്രൗപദി എത്തുന്നത്. അങ്ങനെ ആ രാജ സദസ്സിൽ വെച്ച് എല്ലാ മാന്യന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ദ്രോണാചാര്യരുടെയും വിദുരരുടെയും ധൃതരാഷ്ട്രരുടെയും ഭീഷ്മ പിതാമഹന്റെയും ഒക്കെ ആ മുമ്പിൽ വെച്ചിട്ട് ദ്രൗപദി അപമാനിക്കപ്പെടുന്നത്. അങ്ങനെ അപമാനിതയായി നിൽക്കുന്ന അവസ്ഥയിൽ ദ്രൗപദി തൻ്റെ 5 ഭർത്താക്കന്മാരെ നോക്കുന്നുണ്ട്. ആ സമയത്ത് 5 പേരും തല കുനിച്ച് ഇരിക്കുന്നുണ്ട്. ഭീമൻ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ തിരുമുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല, കാരണം അവരും പണയ വസ്തുക്കളാണ്. അങ്ങനെ ഇരിക്കുന്ന ആ അവസ്ഥയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് ദ്രൗപദി വിളിക്കുന്നത്. കാരണം അവിടെ ദ്രൗപദിയെ സഹായിക്കാൻ മറ്റാരുമില്ല. വീരന്മാരായ 5
ഭർത്താക്കന്മാർ, ഒരാളല്ല 5 പേർ, 5 ഭർത്താക്കന്മാർ. അതുപോലെ തന്നെ ധൃതരാഷ്ട്രർ, സ്വയം ശ്രേഷ്ഠൻ എന്ന് അഭിമാനിക്കുന്ന, എല്ലാ വേദങ്ങളും എല്ലാ ധർമ്മങ്ങളും അറിയാം എന്ന് അഭിമാനിക്കുന്ന വിതുരർ, ഭീഷ്മ പിതാമഹൻ, ദ്രോണർ, അങ്ങനെ മഹത്തായ ഒരു രാജപ്രമുഖരെ കൊണ്ട് സമ്പന്നമാണ് ആ രാജ സദസ്. അവിടെ ദ്രൗപദിയെ രക്ഷിക്കാൻ ആരും വന്നില്ല. ആ സമയത്ത് ഏകയായി അബലയായി നിന്നുകൊണ്ട് രജസ്വലയായിരിക്കുന്ന, അതായത് പീരീഡ്സ് ആയിരിക്കുന്ന ദ്രൗപദി ആരെയാണ് വിളിച്ചത്? ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് വിളിച്ചത്. ഒറ്റ വിളിക്ക് ഭഗവാൻ ഓടി വന്നു, ദ്രൗപദിക്ക് വസ്ത്രം കൊടുത്തു. നമ്മൾ ആലോചിക്കുക, പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് തൊടരുത്, വസ്ത്രത്തിൽ തൊടരുത് എന്ന് പറയും അല്ലേ? അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറയും. ഭാഗവതത്തിൽ പറയുന്നു, മഹാഭാരതത്തിൽ പറയുന്നു, രജസ്വലയായിരിക്കുന്ന ദ്രൗപദിക്ക് വസ്ത്രം കൊടുത്തു ഭഗവാൻ എന്ന്. അത് പഠിച്ചിട്ടാണ് ഇപ്പുറത്തേക്ക് മാറിയിരുന്ന് പറയുന്നത് തൊടരുത്, അശുദ്ധിയാണ് എന്ന്. മനസ്സിലായോ? അതായത് അങ്ങനെ പറഞ്ഞു, വസ്ത്രം കൊടുത്തു എന്നതുകൊണ്ട് നാളെ മുതൽ അശുദ്ധിയായിരിക്കുമ്പോൾ എല്ലാവരും ക്ഷേത്രത്തിൽ പോകണമെന്നല്ല. പക്ഷേ അശുദ്ധി ആയിരിക്കുന്ന സമയത്തും നമുക്ക് എന്തു ചെയ്യാൻ പറ്റും? ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റും. ദ്രൗപദിക്ക് എങ്ങനെയാണോ വസ്ത്രം കൊടുത്ത് ഭഗവാൻ സംരക്ഷിച്ചത്, അതേപോലെ ഒരു സംരക്ഷണ കവചം ആ സമയത്തും ഭഗവാൻ നമുക്ക് തരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പീരീഡ്സ് ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല അതിൽ നിന്നും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. പക്ഷേ വലിയ മന്ത്രങ്ങളോ അങ്ങനെ പൂജാവിധികളോ അതൊന്നും നമുക്ക് ആ സമയത്ത് ജപിക്കാൻ പാടുള്ളതല്ല. കാരണം അതിന് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്, ഒരു എനർജിയുണ്ട്. ആ സമയത്ത് നമ്മൾ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മളിൽ ഉള്ള ആ ഒരു എനർജിയും ആ ബീജമന്ത്രങ്ങളുടെ എനർജിയും തമ്മിലൊരു ഘർഷണം ഉണ്ടാകും. അതുകൊണ്ടാണ് ആ സമയത്ത് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം ക്ഷേത്രത്തിൽ ഭഗവാനെ പൂജിക്കുന്നത് മന്ത്രങ്ങൾ കൊണ്ടാണ്. നമ്മൾ വീട്ടിൽ ഭഗവാനെ പൂജിക്കുന്നത് എങ്ങനെയാണ്? മന്ത്രങ്ങൾ കൊണ്ടല്ല, കീർത്തനങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് പ്രത്യേകമായി പറയുന്നതും കീർത്തനങ്ങൾ ജപിച്ചുകൊണ്ട് ആ സമയത്ത് ഭഗവാനെ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതും. കാരണം ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും നമുക്ക് ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ധൈര്യത്തോടു കൂടി ജപിക്കാം. ഭഗവാൻ നിങ്ങളെ എല്ലാവരെയും കാത്ത് രക്ഷിക്കും. അതുപോലെ തന്നെ ഏകാദശി ദിവസം ഉപ്പുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പുള്ള ഭക്ഷണം കഴിക്കാം. അതല്ല, എനിക്ക് ഉപ്പും കൂടി ഉപേക്ഷിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതും കൂടി ഉപേക്ഷിച്ചിട്ട് ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷം, അങ്ങനെയും ചെയ്യാം. പക്ഷെ തല ഇറങ്ങിയൊന്നും വീഴരുത്. ആ കാര്യമെന്ന് പ്രത്യേകമായി ഓർത്തുകൊള്ളുക. അതുകൊണ്ട് നിത്യേന നാമം ജപിക്കുക. ഒരു 5 മിനിറ്റ് സമയമെങ്കിലും ദിവസവും നാമം ജപിക്കാനായി ശ്രദ്ധിക്കുക. ഇതുവരെ നാമം ജപിച്ച് ശീലിച്ചിട്ടില്ലാത്തവർ 5 മിനിറ്റ് ആദ്യം ജപിക്കുക. പിറ്റേ ദിവസം അതൊരു 7 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റായി വർദ്ധിപ്പിക്കുക. അതിൻ്റെ പിറ്റേ ദിവസം കുറച്ചും കൂടി വർദ്ധിപ്പിക്കുക. അങ്ങനെ കുറേശ്ശെ വർദ്ധിപ്പിച്ച് ഒരു 25 മിനിറ്റ് എങ്കിലും എല്ലാ ദിവസവും നാമം ജപിക്കാനായി പ്രത്യേകമായി ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആദ്യമൊക്കെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ സർവശക്തനായ ഭഗവാൻ സഹിച്ചും ക്ഷമിച്ചും നമ്മളെ ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചു കൊള്ളുക. നാമം ജപിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അല്പസ്വല്പം തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ആ നാമം ജപിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് എന്ന് ഓർക്കുക. കഴിവതും തെറ്റില്ലാതെ ജപിക്കാനായി ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ ഭഗവാനെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് ശരിയായ നാമം ജപിച്ചാൽ മതി. ദോഷം എന്ന ആ ഒരു പേടി നിങ്ങളുടെ മനസ്സിൽ നിന്നും എടുത്ത് കളഞ്ഞേക്കുക. അതാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.